നമുക്ക് അരിത്തമെറ്റിക് സീക്വൻസിനകത്ത് ഒരു ക്വസ്റ്റ്യൻ ചെയ്യാം. ഞാൻ അരിത്തമെറ്റിക് സീക്വൻസ് ദ സം ഓഫ് ഫസ്റ്റ് 5 ടേംസ് ഈസ് 70 ആൻഡ് സം ഓഫ് ഫസ്റ്റ് 6 ടേംസ് ഈസ് 96. ഫൈൻഡ് എ സിക്സ്ത് ടേം, ബി തേർഡ് ടേം, സി കോമൺ ഡിഫറൻസ്. 3 കാര്യം കണ്ടുപിടിക്കണം. ഗിവൺ സം ഓഫ് ഫസ്റ്റ് 5 ടേംസ് S5 is equal to 70, the sum of 6 ടേംസ് S6 is equal to 96. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് വാട്ട് ഈസ് എ ഫസ്റ്റ് 6th ടേമാണ്. അപ്പം 5th ടേമിൻ്റെ സമം 6th ടേമിൻ്റെ സമം നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ ആ 6th ടേം എന്ന് പറയുന്നത് ആ 6th ടേമിൽ നിന്ന് 5th ടേം അങ്ങ് കുറയ്ക്കുമ്പോൾ ലാസ്റ്റ് കിട്ടുന്നതാണല്ലോ. അപ്പോൾ 6th ടേം ഈസ് ഈക്വൽ ടു 96 മൈനസ് 70 ഈസ് ഈക്വൽ ടു 26 എന്ന് കിട്ടും. പാർട്ട് എ സിമ്പിൾ ആൻസർ കിട്ടി. ഇനി ബി പാർട്ട് തേർഡ് ടേം. തേർഡ് ടേം എന്ന് പറയുന്നത് സം ഓഫ് ഫസ്റ്റ് 5 ടേംസ് 70ആണ്. നമുക്ക് തേർഡ് ടേമാണ് വേണ്ടുന്നത്. തേർഡ് ടേം കണ്ടുപിടിക്കാൻ 70 ഡിവൈഡഡ് ബൈ 5 ഈസ് ഈക്വൽ ടു 14 എന്ന് വെച്ചാൽ ഓഡ് നമ്പേഴ്സിൻ്റെയാണ്. 1 2 3 4 5 എക്സെട്ര ഫസ്റ്റ് 5 ടേംസ്. അതിൻ്റെ സം എന്ന് പറഞ്ഞാൽ നമ്മൾ ആഡ് ചെയ്യുമ്പോൾ 15 കിട്ടും. ഈ 15 നമ്പർ ഓഫ് ടേംസ് 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 3 കിട്ടും. ആ 3 ആണല്ലോ ഇവിടുത്തെ മിഡിൽ ടേം. അപ്പം അതുപോലെ ഇവിടെ 75 കൊണ്ട് കഴിക്കുമ്പോൾ നമുക്ക് 14 കിട്ടും. ഇതിൻ്റെ ഒരു എബോ ആവറേജ് ക്വസ്റ്റ്യൻസ് ഉണ്ട്, നമുക്ക് പിന്നാലെ പഠിക്കാം. ഇത് കുഞ്ഞൊരു എക്സാമ്പിൾ നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടി പഠിച്ചു വെച്ചേക്കുക. ഈ എക്സാമ്പിൾ ഓഡ് നമ്പേഴ്സ് ആണെങ്കിൽ നമ്മളെ സമ്മിനെ നമ്പർ ഓഫ് ടേംസിൻ്റെ ഉണ്ട്, നമ്പർ ഓഫ് ടേംസിൻ്റെ നമ്പറോട് നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് മിഡിൽ ടേം കിട്ടും. കൊച്ചു കൊച്ചു എക്സാമ്പിൾ എഴുതിയിട്ട് ചെയ്ത് നോക്കണം. 7 ടേംസ് എഴുതുക, അതിൻ്റെ സം എടുക്കുക, ഡിവൈഡഡ് ബൈ എടുക്കുക, ചെയ്ത് നോക്കുക. ഇനി കോമൺ ഡിഫറൻസ്. കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാൻ ഒരു എളുപ്പ മാർക്ക് നമുക്കുണ്ട്. ടേം ഡിഫറൻസ് ഡിവൈഡഡ് ബൈ പൊസിഷൻ ഡിഫറൻസ് എന്ന് പറഞ്ഞ് നമ്മൾ നേരത്തെ ഈ ക്വസ്റ്റ്യൻ കുറേ ചെയ്ത് നമ്മളിതിനകത്ത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നമുക്കിവിടെ 6th ടേം 26 ആണ്, തേർഡ് ടേം 14 ആണ്. 2 ടേം നമുക്കുണ്ട് ഓൾറെഡി. അപ്പോൾ 26 മൈനസ് 14 അതിനെ ടേമിൻ്റെ 6th 3rd ടേമാണ്. അപ്പോൾ ടേം ഡിഫറൻസ് മീൻസ് 6 മൈനസ് 3 ഈസ് ഈക്വൽ ടു 3. 12/3 ഈസ് ഈക്വൽ ടു 4. ഇതിൻ്റെ കുറേ എക്സാമ്പിൾ നമ്മൾ കോമൺ ഡിഫറൻസ് കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് CBSE ആൻഡ് SLC 2 കുട്ടികൾക്ക് ഒരുപോലെ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യനാണ്. പ്രധാനപ്പെട്ടതാണ്, പഠിച്ചു വെച്ചേക്കുക. ഓക്കെ.